നമസ്കാരം. കർക്കടകം, ചിങ്ങം, കന്നി എന്നീ 3 രാശികളിലായി ജനിച്ചിരിക്കുന്ന 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയോടുകൂടി നടക്കാൻ പോകുന്ന ഒരു രാശിമാറ്റം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സമ്മാനിക്കും. ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിന് ഫലമെന്ന പോലെയാണ് ഈ ഒരു രാജയോഗം ഇവരുടെ ജന്മരാശിയിൽ ഇവർക്ക് അനുകൂലമായി നേട്ടമായി വന്നു ഭവിക്കാൻ പോകുന്നത്. എല്ലാ ദുഃഖദുരിതങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളും ഒക്കെ ഇവരെ വിട്ടൊഴിയാൻ പോകുന്നു. നാളെ നേരം പുലരുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇനി ഭാഗ്യോദയത്തിൻ്റെ ആരംഭമാണ് എന്ന് തന്നെ പറയാം. അത്രയധികം അനുകൂലമായിട്ടാണ് ഈ ഒരു രാശിമാറ്റം നിങ്ങളുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതയുള്ള ഗ്രഹങ്ങളിലൊന്നാണ് സൂര്യനും ശുക്രനും. നവഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ. ശുക്രനാകട്ടെ അസുരന്മാരുടെ ഗുരുവായിട്ടാണ് കണക്കാക്കുന്നത്. കൂടാതെ സമ്പത്ത്, സമൃദ്ധി, ആഡംബരം, സ്നേഹം, ആകർഷണം, വിവാഹ ജീവിതത്തിലെ അടുപ്പം മുതലായവയുടെ കാരകനും ശുക്രൻ തന്നെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതകപരമായി ശുക്രൻ ശുഭസ്ഥാനത്താണെങ്കിൽ നിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ശുക്രൻ നിലവിൽ മേടൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ജൂൺ അവസാനം വരെ ഈ രാശിയിൽ തന്നെ തുടരുകയും ചെയ്യും. ജൂൺ 17-ന്, അതായത് ഇന്ന് രാത്രി 8:08-ന് സൂര്യനും ശുക്രനും പരസ്പരം 45 ഡിഗ്രിയിലായിരിക്കും നിലകൊള്ളുന്നത്. അതുവഴി അർദ്ധകേന്ദ്ര യോഗം രൂപപ്പെടും. അർദ്ധകേന്ദ്ര യോഗം രൂപപ്പെടുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സമ്മാനിക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം ജ്യോതിഷത്തിലെ അപൂർവ യോഗമായ ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് കർക്കടകം, ചിങ്ങം, കന്നി എന്നീ 3 രാശികളിലായി ജനിച്ചിരിക്കുന്ന 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്വപ്ന തുല്യമായ ഭാഗ്യങ്ങൾ നൽകും. ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറും. അപ്പോൾ ഈ 3 രാശികളിലായി ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാരൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേരും നാളും വിശ്വാസമുള്ളവർ കമൻറ്റ് ചെയ്യുക. മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ മാറി സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന അന്ധകാരം മാറി സർവ്വ ഐശ്വര്യങ്ങളുടെയും വെളിച്ചം വന്നു ചേരുകയും ചെയ്യും. ഓം നമഃശിവായ. ശിവോഹം. ആദ്യമായി കർക്കടകൻ രാശി. പുണർദം, പൂയം, ആയില്യം. കർക്കടകൻ രാശിക്കാർക്ക് സൂര്യശുക്ര അർദ്ധകേന്ദ്ര യോഗം വളരെയധികം അനുകൂലകരമാണ്. ഏറെ നാളായി മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ വീണ്ടും ആരംഭിക്കാൻ സാധിക്കും. അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കുന്നതിനുള്ളൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങൾക്ക് കരിയറിൽ ഗുണകരമായിരിക്കുമെന്ന് തന്നെ പറയാം. അതായത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വലിയ വിജയം കൈവരിക്കുകയും അത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് അനുകൂലകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യും. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി വിദേശ യാത്രകൾ ചെയ്യാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ കാലഘട്ടം വളരെയധികം അനുകൂലകരമാണ്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് കിടക്കുന്ന മുതിർന്ന അംഗങ്ങളുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. സമൂഹത്തിൽ നിന്നും ആദരവും ബഹുമാനവും നിങ്ങളെ തേടിയെത്തും. സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടി വരാനുള്ളൊരു ഭാഗ്യം കൂടെ കാണുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ നിന്നോ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലകരമായ നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. കർക്കടക രാശിക്കാരുടെ ജീവിതം നാളത്തെ പുലരി മുതൽ അനുകൂലകരമായ ഭാഗ്യകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കും. അടുത്തത് ചിങ്ങൻ രാശിയാണ്. മകം, പൂരം, ഉത്രം. സൂര്യശുക്ര സംയോഗം മൂലം രൂപപ്പെടുന്ന അർദ്ധകേന്ദ്ര യോഗം ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് വളരെയേറെ ഗുണകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ശത്രുദോഷം വിട്ടുമാറുന്നു എന്ന് തന്നെ പറയാം. അതായത് ശത്രുവിന്മേൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇനി നിങ്ങളുടെ മുന്നിൽ. ശത്രുക്കൾ പോലും അസൂയപ്പെടുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു രാജയോഗം മൂലം നിങ്ങളെ കാത്തിരിക്കുന്നു. പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ രൂപപ്പെടും.
അതുപോലെ തന്നെ മുൻകാല നിക്ഷേപങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികപരമായിട്ടുള്ള നിക്ഷേപങ്ങൾ, ചിട്ടി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് തുടങ്ങിയവയിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി ലാഭം നിങ്ങൾക്ക് വന്നു ചേരും. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ സഹായിക്കുകയും ചെയ്യും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലകരമായ സമയമാണ്. എന്തുകൊണ്ടും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു. വിവാഹ ജീവിതത്തിലുള്ള, അതായത് ഈ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന വിവാഹ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ദമ്പതികൾക്ക് നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ അനുകൂലകരമായി വന്നു ചേരും. എന്തുകൊണ്ടും നേട്ടമാണ്, ഭാഗ്യമാണ്. കുടുംബജീവിതത്തിലും വിദ്യാഭ്യാസ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സാമ്പത്തികപരമായ രീതിയിലും എല്ലാം നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നാളത്തെ പുലരി മുതൽ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. അടുത്തത് കന്നി രാശിയാണ്. ഉത്രം, അത്തം, ചിത്തിര എന്നീ 3 നക്ഷത്രക്കാർക്ക് സൂര്യശുക്ര സംയോഗം മൂലം രൂപപ്പെടാൻ പോകുന്ന അർദ്ധകേന്ദ്ര യോഗം വളരെയധികം ഗുണകരമാണ്. പുതിയ വീട്, വാഹനം എന്നിവ സ്വന്തമാക്കണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. അതായത് ഈ നക്ഷത്രക്കാർ ഏറെ നാളായി സ്വന്തമായൊരു വീട് വേണം, സ്വന്തമായൊരു വാഹനം വേണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഇനി സഫലമാകും, ഒരു തടസ്സങ്ങളും കൂടാതെ എന്ന് തന്നെ പറയാം. വസ്തുസംബന്ധമായ എന്തെങ്കിലും ഇടപാടുകളിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറി ഇനി നേട്ടം കൊയ്യാനാകും. അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉയരങ്ങൾ കീഴടക്കാം. ബിസിനസ് വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഗതിവേഗം കൈവരിക്കും. കുടുംബാംഗങ്ങൾക്കൊപ്പം ദീർഘയാത്ര നടത്തേണ്ടി വരും. ആ നടത്തുന്ന യാത്രകളൊക്കെ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഗുണകരമാവുകയും ചെയ്യും. കോടതി വഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കേസുകളോ നടന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അനുകൂലകരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകും. പൂർവിക സ്വത്ത് തർക്കങ്ങൾ ഏതുമില്ലാതെ കൈകളിലേക്ക് എത്തും. വിദ്യാർത്ഥികൾക്ക് ഉന്നത മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ഇനി അങ്ങോട്ട് ആഡംബര ജീവിതമാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത്. കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. ഏറെ നാളായി അവിവാഹിതരായി തുടരുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ ലഭിക്കും. എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. അനുകൂലകരമായിട്ടുള്ള സമയമാണ്. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന രാശി മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. നാളത്തെ പുലരി മുതൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ സന്തോഷകരമായ ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.